വെൽക്കം ബാക്ക് ടു ചിപ്പീസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിരിക്കുന്നത് പോലെ പാലാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു ബൗൾ തേങ്ങ, പാൽപ്പൊടി, പുട്ടുപൊടി, നെയ്യ്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പാൽപ്പുട്ട് റെഡിയാക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവേ. ഈ തേങ്ങ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ നമുക്ക് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതായതോ ഏലക്ക ഇതുപോലെ കീറിയിട്ടോ നമുക്ക് ചേർക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവർ എന്താ ചേർത്തതെന്നൊന്നും അറിയാതെ കഴിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടായ പാൽപ്പുട്ടിൻ്റെ പേര് പോലെ തന്നെ ഇനി അടുത്ത് നമ്മളിവിടെ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പലരും പല രീതിയിലാണ് ഈ പാൽപ്പുട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി നനയ്ക്കുമ്പോൾ പാല് ചേർത്തും നമുക്ക് ഈ പാൽപ്പുട്ട് ഉണ്ടാക്കാം. അല്ല, നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിക്സിനകത്തോട്ട് പാൽപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് പാൽപ്പുട്ട് റെഡിയാക്കാം. നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടിക്കകത്തോട്ട് നമുക്ക് ഈ മിക്സ് ചേർത്ത് ഈ മിക്സിനെയും ഈ പുട്ടുപൊടിക്കകത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ച് പുട്ടുണ്ടാക്കാം. ഞാൻ ഇന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആദ്യം ഈ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിക്കകത്തിടാം. പിന്നെ ഈ മിക്സ് ഇടാം. പിന്നെയും തേങ്ങ ലേശം ചേർത്ത് അപ്പോൾ നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ലൊരു കളർഫുൾ പുട്ടല്ലേ, പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഈ കളർഫുൾ കാണുമ്പോൾ വലിയ ഇഷ്ടമായിരിക്കും. ഇതിന് പ്രത്യേക കറികളൊന്നും വേണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയും എല്ലാം ഇട്ടിരിക്കുന്നുണ്ട്. വെറുതെ തിന്നാൽ മതി. അതിലൂടെ 1 കപ്പ് കാപ്പിയോ ചായയോ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.